ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ. മോര് അല്ലെങ്കിൽ തൈര് ഒഴിച്ചുണ്ടാക്കുന്നത്, കുമ്പളങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ അതിന് ഇവിടെ ഒരു അരമുറി കുമ്പളങ്ങ, ഇത് നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കഷ്ണം എടുത്തിട്ട് ഞാൻ സാമ്പാറിലൊക്കെ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഒരു പകുതി കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൈരൊഴിച്ച് ഒരു നാടൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് എടുത്ത് വെക്കണം. ഇപ്പം ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊരു തീരെ ചെറിയ പീസല്ല, എന്നാലും ഒരുവിധം കഷ്ണമൊക്കെ ഉടഞ്ഞു പോവാത്ത വിധത്തിലുള്ള പീസൊക്കെ ആക്കിയിട്ട് ഒന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയ കറിയാണ്. നല്ല ഏറ്റവും മോര് കറിയിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള കുമ്പളങ്ങ വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല കറി. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ അതെല്ലാം കൂടി ഒന്ന് ഒരു കുക്കറിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, കാരണം കുമ്പളങ്ങ ആകുമ്പം വെള്ളം ഇറങ്ങും. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ കുക്കറിനകത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കറുത്തിരിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ മുട്ട പുഴുങ്ങാനൊക്കെ വെക്കുന്നവർ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് ഉണ്ടാവില്ല കേട്ടോ കുക്കറിൽ മുട്ട പുഴുങ്ങുമ്പോഴേ. പിന്നെ ഞാൻ അരപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കുക്കറിൽ ഏകദേശം ഒരു വിസിൽ വന്നിട്ട് ഞാനങ്ങ് ഓഫാക്കി വെച്ചു. പിന്നെ എരിവിന് കുറച്ച് പച്ചമുളക് വേണം, അതും കൂടെ അരപ്പിൻ്റെ കൂടെ അരപ്പിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒത്തിരിയല്ല, കുറച്ച് വെള്ളവും വേണം കേട്ടോ, അല്ലെ ഇപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര കുറുകിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച അരപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടുമായിരിക്കും കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ അരപ്പൊന്ന് ഒഴിച്ചു കൊടുത്തു, ഒന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് അരപ്പ് വെന്ത് കിട്ടണം. ഇവിടെ അത് കഴിഞ്ഞ ശേഷം ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സവോളയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇനി വേണ്ടത് തൈരാണേ, കുറച്ച് കട്ട തൈര് ഇതിവിടെ തന്നെ ഞാൻ ആക്കി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അധികം പുളിയില്ലാത്ത തൈരാണേ. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ കറി ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് എടുത്ത ഉടനെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ ഒരു കുഴപ്പമില്ലാണ്ട്, ഇത് പഴകുന്തോറുമാണ് കേട്ടോ ഈ കറിക്കൊക്കെ ടേസ്റ്റും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇതാ അരപ്പൊക്കെ ഒരു തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വെച്ചിരുന്ന തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അധികം തിളയ്ക്കാൻ പാടില്ല, തൈര് ഒഴിച്ച ഉടനെ തന്നെ ഓഫാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ലൂസ് വേണം. ഇത് തണുക്കുമ്പോൾ എന്തായാലും കറി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസിൽ ആണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണത്തിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് ഉപ്പ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് വേണം, എന്നാലേ പാകമായി നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു കടുക് താളിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നു. ചെറിയതൊക്കെ എന്നിട്ട് കടുക് പൊട്ടിക്കുന്നു. എടുത്ത് വെച്ചിരിക്കുന്ന സംഗതികളൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് വന്നതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുവാണേ. അപ്പോഴത്തേക്കും ഞാൻ കറി എടുത്തൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കടുക് പൊട്ടിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ അത് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് തന്നെ ഒന്ന് മൂടി വെക്കണം, എന്നാൽ അതിന് സ്മെല്ലൊക്കെ പുറത്ത് പോകാണ്ട് നല്ല ടേസ്റ്റ് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.